തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി വിലയിരുത്താനുള്ള നിർണായക ഇടതുമുന്നണി യോഗം ഇന്ന്. യോഗം ചേരുന്നത് തോൽവിയെ ചൊല്ലി CPIM CPI അഭിപ്രായ ഭിന്നത നിലനിൽക്കെ ഇഴകീറി പരിശോധനയിലൂടെ വിവാദമുണ്ടാക്കേണ്ടെന്ന നിലപാടിൽ ഘടകകക്ഷികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയ്ക്ക്. വിജയ് ചിത്രം ജനനായകന് ഇന്ന് നിർണായക ദിനം. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരായ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി വിധി പറയും. നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ്. വിധി അനുകൂലമെങ്കിൽ പൊങ്കലിന് മുൻപ് റിലീസ് ചെയ്യാനും ആലോചന. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ പ്രവാസി വ്യവസായിയിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കാൻ SIT. ഡീമണിയെക്കുറിച്ച് നൽകിയ മൊഴിയിൽ വ്യക്തത വരുത്തുക ലക്ഷ്യം. വിഗ്രഹക്കടത്തടക്കമുള്ള ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് SIT. കൂടുതൽ അന്വേഷണമുണ്ടാകില്ല. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ആലപ്പുഴ മാമ്പള്ളിപ്പടി റെയിൽവേ ക്രോസിന് സമീപം തീപിടുത്തം. വൻ ദുരന്തമൊഴിവായത് നാട്ടുകാരുടെ സമയോചിത ഇടപെടലിൽ. ട്രെയിനുകൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടത് 20 മിനിറ്റോളം. തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തം. തിരുവനന്തപുരത്ത് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ കുടുംബത്തെ ഇറക്കിവിട്ട് സ്വകാര്യ ബാങ്കിന്റെ ജപ്തി. കൈക്കുഞ്ഞും വയോധികരും അടക്കമുള്ള കുടുംബം കഴിയുന്നത് വീടിന് പുറത്ത്. തിരിച്ചടവിന് സമയം ആവശ്യപ്പെട്ടിട്ടും അനുകൂല മറുപടി ഉണ്ടായില്ലെന്ന് പറണ്ടോടി സ്വദേശി നഹാസ്. SIRൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച പ്രവാസി സംഘടനാ പ്രതിനിധികളുടെ യോഗം ഇന്ന്. രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആശങ്കകൾ ചർച്ചയ്ക്ക്. കമ്മീഷന്റെ കണക്കിൽ വോട്ട് ചേർക്കാൻ അപേക്ഷ നൽകിയത് 44,000-ലേറെ പ്രവാസികൾ. ബംഗാളിൽ മമതാ സർക്കാരും EDയും വീണ്ടും നേർക്കുനേർ. മമതയ്ക്കെതിരെ ED നൽകിയ ഹർജി ഇന്ന് കൊൽക്കത്ത ഹൈക്കോടതിയിൽ. കൽക്കരി അഴിമതിയിലെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ മമത കൈക്കലാക്കിയെന്ന് ED വാദം. തെരഞ്ഞെടുപ്പ് നാടകമെന്ന് തൃണമൂൽ കോൺഗ്രസ്. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അതിരൂക്ഷം. രാജ്യതലസ്ഥാനത്ത് തെരുവിൽ തുടർന്ന് ജനക്കൂട്ടം. ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിച്ചു. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയെ നാടുകടത്തണമെന്ന് പ്രക്ഷോഭകർ. സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 45 പേർ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് ഇന്ന് കൊടിയേറ്റം. ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ മുംബൈക്ക് മുൻ ചാമ്പ്യന്മാരായ ബംഗളൂരു എതിരാളികൾ. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീതും വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും നേർക്കുനേർ. വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിന് കാത്ത് നവി മുംബൈ. മത്സരം വൈകിട്ട് 7:30 മുതൽ. സ്പാനിഷ് സൂപ്പർ കപ്പ് കലാശപ്പോരിൽ എൽ ക്ലാസിക്കോ പോരാട്ടം. ഫൈനലിൽ റയൽ ബാഴ്സയെ നേരിടും. സൂപ്പർ സെമിയിൽ അത്ലറ്റിക്കോയെ മറികടന്ന റയൽ അത്ലറ്റിക്കോയെ തോൽപ്പിച്ചത് 1-2 ഗോളിന്. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കൊരുങ്ങി ഇന്ത്യ. രോഹിത്തും കോഹ്ലിയുമടക്കം ടീം ഇന്ത്യ ബറോഡയിൽ പരിശീലനം തുടരുന്നു. കിവീസിനെതിരായ ആദ്യ മത്സരം മറ്റന്നാൾ. സൂപ്പർ താരങ്ങളുടെ ഫോമിൽ പ്രതീക്ഷയോടെ ഇന്ത്യ.